തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി മതപരിവർത്തനം നടത്തി പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെയും ആടുമേക്കാൻ പോകുന്നതിന്റെയുമെല്ലാം കള്ളക്കഥകൾ കൊണ്ട് മലയാളി മനസ്സിനെ കുറച്ചുകാലമായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭൂപ്രദേശമാണ് സിറിയ. സഹോദരങ്ങളായ ബെക്സിൻ വിൻസ്റ്റന്റും കാമുകിമാരായ നിമിഷയെയും മെറിനെയും കൊണ്ട് സിറിയയിലേക്ക് നാടുവിട്ടതിന്റെ കഥയാണ് ഇവരുടെ പേര് പറയാതെ മുസ്ലിങ്ങൾക്കെതിരായ മതപരിവർത്തന ആരോപണവുമായി മാധ്യമങ്ങൾ എഴുന്നള്ളിച്ചത്. എന്നാൽ ഇപ്പോൾ സിറിയ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് രൂക്ഷമായ ആഭ്യന്തര കലാപത്തിന്റെ വാർത്തകളാലാണ്. സിറിയയുടെ ആധുനിക ചരിത്രം തുടങ്ങുന്നത് തന്നെ സ്വാതന്ത്ര്യത്തിനായി നടത്തിയ രക്തരൂക്ഷിത പോരാട്ടവുമായാണ്. തങ്ങളെ കോളനിയാക്കിയ ഫ്രാൻസിനെതിരായ പോരാട്ടത്തിൽ സിറിയൻ ജനതയ്ക്ക് ക്രൂരമായ ആക്രമണങ്ങളാണ് നേരിടേണ്ടി വന്നത്. അതിനെ തരണം ചെയ്ത് അവർ സ്വാതന്ത്ര്യത്തിന്റെ വിഹായസിലേക്ക് പറന്നുകയറി. പോരാട്ടത്തിന്റേത് മാത്രമല്ല, ഇറാഖുമായും ഈജിപ്തുമായും എല്ലാം ഐക്യപ്പെടലിന്റേതുകൂടിയാണ് സിറിയയുടെ ചരിത്രം. ഇസ്രായേലുമായുള്ള ഏറ്റുമുട്ടലുകളും ആ രാജ്യത്തിന്റെ ഗതി നിർണയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ചു. 1956 സൂയസ് പ്രതിസന്ധി സോവിയറ്റ് യൂണിയനുമായുള്ള ധാരണക്കൊപ്പം കമ്മ്യൂണിസത്തിന്റെ ഒളിച്ചുകടത്തിന് കൂടി സിറിയയെ ഇരയാക്കി. ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസറിന്റെ സ്വാധീനത്താൽ ഇരു രാജ്യങ്ങളും ലയിച്ച് 1958 യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് എന്ന പുതിയ രാജ്യമായി മാറി. എന്നാൽ 3 വർഷം മാത്രമേ ഇത് നീണ്ടുള്ളൂ. 1961 സിറിയ വീണ്ടും പഴയ സിറിയൻ അറബിക് റിപ്പബ്ലിക്കായി. 1963 ഒരു അട്ടിമറിയിലൂടെ അറബ് സോഷ്യലിസ്റ്റ് ബാത്ത് പാർട്ടി സിറിയയിൽ അധികാരത്തിലേറി. 1970 നവംബർ 13 പ്രതിരോധ മന്ത്രി ജനറൽ ഹഫീസ് അൽ അസദ് സൈനിക അട്ടിമറിയിലൂടെ ഭരണം പിടിച്ചെടുത്തു. 1971 മാർച്ചിൽ ജനറൽ ഹഫീസ് അൽ അസദ് സ്വയം പ്രസിഡന്റായി പ്രഖ്യാപിച്ചു. ഷിയ ന്യൂനപക്ഷമായ അലവി വിഭാഗത്തിൽ നിന്നുള്ളയാളാണ് ഹഫീസ് അൽ അസദ്. സുന്നി ഭൂരിപക്ഷ രാഷ്ട്രമായ സിറിയയെ ഏകാധിപത്യത്തിലേക്ക് നയിച്ചുകൊണ്ട് 1973 ജനുവരി 31 ഹഫീസ് അൽ അസദ് പുതിയ ഭരണഘടന കൊണ്ടുവന്നു. ഇസ്ലാമിന്റെ ഔദ്യോഗിക മതമെന്ന പദവി എടുത്തുകളഞ്ഞതും സിറിയൻ പ്രസിഡന്റ് മുസ്ലിമായിരിക്കണമെന്നില്ലെന്ന് എഴുതിച്ചേർത്തതും എല്ലാം പ്രതിഷേധങ്ങൾ ക്ഷണിച്ചുവരുത്തി. സ്കൂൾ പാഠ്യപദ്ധതി വഴി ബാത്തിസ്റ്റ് പ്രത്യയശാസ്ത്രം അടിച്ചേൽപ്പിച്ചും സിറിയൻ സായുധ സേനയെ കർശനമായി നിയന്ത്രിച്ചുമല്ല ഏകാധിപത്യ ഭരണം നിലനിർത്താനും കുടുംബാധിപത്യം നടപ്പാക്കാനും ആവശ്യമായ കാര്യങ്ങൾ അസദ് ചെയ്തു. പ്രതിഷേധങ്ങളെ സൈന്യത്തെ ഉപയോഗിച്ച് മൃഗീയമായാണ് ഹഫീസ് അൽ അസദ് അടിച്ചമർത്തിയത്. 25,000-ലധികം ആളുകളെയാണ് അന്ന് സിറിയൻ സൈന്യം കൊലപ്പെടുത്തിയത്. അധികം താമസിയാതെ ബാത്ത് പാർട്ടിയെ നോക്കുകുത്തിയാക്കി അധികാരം അസദ് കുടുംബത്തിൽ കേന്ദ്രീകരിച്ചു. ഇതിനെതിരായ എതിർപ്പുകളെ മുഴുവൻ സായുധ സേനയെ ഉപയോഗിച്ച് അടിച്ചമർത്തി. കൂട്ടക്കൊലകൾക്കും നിർബന്ധിത നാടുകടത്തലുകൾക്കും കർശനമായ സെൻസർഷിപ്പിനും സിറിയ സാക്ഷ്യം വഹിച്ചു. 2000 അസദ് മരിച്ചതോടെ രണ്ടാമത്തെ മകൻ ബഷാർ അൽ അസദ് പ്രസിഡന്റായി. മൂത്ത മകൻ ബാസൽ അസദ് 1994 വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വൈസ് പ്രസിഡന്റായിരുന്ന സഹോദരൻ റിഫാസ് അൽ അസദിനെ 1998 തന്നെ ഹഫീസ് അൽ അസദ് പദവിയിൽ നിന്ന് ഒഴിവാക്കിയത് ഈ അധികാരാരോഹണം കൂടുതൽ എളുപ്പമാക്കി. ബഷാർ അൽ അസദ് വലിയ പരിഷ്കാരങ്ങൾ വാഗ്ദാനം ചെയ്തെങ്കിലും ഒന്നും സാധാരണക്കാരിലേക്ക് എത്തിയില്ല. 2006 മുതൽ 2010 വരെ ഉണ്ടായ കഠിനമായ വരൾച്ച സാമൂഹിക സാമ്പത്തിക പ്രശ്നങ്ങൾ രൂക്ഷമാക്കി. തൊഴിലില്ലായ്മ, അഴിമതി, സ്വാതന്ത്ര്യമില്ലായ്മ എന്നിവ ജനങ്ങളെ കൂടുതൽ അസ്വസ്ഥരാക്കി. ഇതിനിടെയാണ് ടുണീഷ്യയിൽ അറബ് വസന്തം പൊട്ടിപ്പുറപ്പെട്ടത്. പിന്നാലെ 2011 മാർച്ചിൽ അസദ് ഭരണകൂടത്തിനെതിരെ തെക്കൻ നഗരമായ ദേരയിൽ ജനാധിപത്യ അനുകൂല പ്രകടനങ്ങൾ ആരംഭിച്ചു. രാഷ്ട്രീയ തടവുകാരെ മോചിപ്പിക്കുക, അരനൂറ്റാണ്ട് പഴക്കമുള്ള അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കുക, പൗരസ്വാതന്ത്ര്യം ഉറപ്പാക്കുക, അഴിമതി അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിഷേധക്കാർ ഉയർത്തിയത്. എന്നാൽ ടുണീഷ്യയിലെയും ഈജിപ്തിലെയും ഭരണകൂടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അസദ് പ്രതിഷേധങ്ങളെ ക്രൂരമായി അടിച്ചമർത്തി. ഇതോടെ പ്രസിഡന്റിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം രാജ്യവ്യാപകമായി ഉയർന്നു. പ്രതിഷേധക്കാരെ പോലീസ് ക്രൂരമായി വേട്ടയാടിയതോടെ പ്രതിഷേധം വ്യാപിച്ചു. ആദ്യം സ്വയം പ്രതിരോധിക്കാനും പിന്നീട് തങ്ങളുടെ പ്രദേശങ്ങളെ സുരക്ഷാ സേനയിൽ നിന്ന് മോചിപ്പിക്കാനും പ്രതിഷേധക്കാർ ആയുധമെടുത്തു. വിദേശ പിന്തുണയോടെ നടക്കുന്ന ഭീകരപ്രവർത്തനം എന്ന് പ്രതിഷേധങ്ങളെ വിശേഷിപ്പിച്ച അസദ് ഏത് വിധേനയും സംഘർഷം അടിച്ചമർത്തുമെന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ പ്രതിഷേധം അതിവേഗം രൂക്ഷമാവുകയും രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങുകയുമാണ് ചെയ്തത്. പിന്നാലെ രാജ്യവ്യാപകമായി നൂറുകണക്കിന് വിമത ഗ്രൂപ്പുകൾ ഉടലെടുത്തു. പോരാട്ടം അസദിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലായി. ഇറാനും റഷ്യയും ഭരണകൂടത്തിനൊപ്പം ചേർന്നു. പ്രതിഷേധക്കാർക്കും കിട്ടി വിദേശത്തു നിന്നുൾപ്പെടെയുള്ള പിന്തുണ. 2012 ഷിയ ഭൂരിപക്ഷ രാഷ്ട്രമായ ഇറാൻ സിറിയയിലേക്ക് ഇടപെടുന്നത്.
സിറിയൻ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ UN സുരക്ഷാ കൗൺസിലിൽ കൊണ്ടുവന്ന പ്രമേയങ്ങൾ വീറ്റോ ചെയ്ത് റഷ്യ ബഷാറിനെ സഹായിച്ചു. 2015 സെപ്റ്റംബറിൽ വ്യോമസേനയെ വിന്യസിച്ച് റഷ്യ നേരിട്ട് യുദ്ധത്തിന്റെ ഭാഗമായി. ഇതോടെ കിഴക്കൻ സിറിയയിലേക്ക് US-ഉം സൈന്യത്തെ അയച്ചു. ഫ്രാൻസും ബ്രിട്ടനും പ്രതിഷേധക്കാർക്ക് പിന്തുണ നൽകി. നീണ്ടുപോയ ആഭ്യന്തര സംഘർഷങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഭവനരഹിതരാവുകയും ചെയ്തു. ഇത് രാജ്യത്തെ അമ്പെ തകർത്തു. പിറക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും യുദ്ധത്തിന്റെ കെടുതി അനുഭവിക്കേണ്ടി വന്നു. സിറിയയിലെ 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള 28% ജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യം അനുഭവിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ലോകത്ത് വൈകല്യം അനുഭവിക്കുന്ന ആളുകളുടെ ശരാശരി എണ്ണത്തേക്കാൾ ഇരട്ടിയാണിത്. കുറച്ചുകാലം സമാധാനാന്തരീക്ഷം നിലനിന്നെങ്കിലും ഏതാനും ദിവസമായി സിറിയ വീണ്ടും ആഭ്യന്തര സംഘർഷങ്ങളിലേക്ക് വഴുതി വീണിരിക്കുകയാണ്. സൈന്യവും പ്രതിഷേധക്കാരും തമ്മിൽ വീണ്ടും അതിരൂക്ഷ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. ഹയാത്ത് തഹരീർ അൽ ഷാമിന്റെ HTSന്റെ നേതൃത്വത്തിലാണ് ബഷാർ അൽ അസദിന്റെ സർക്കാരിനെതിരെ പോരാട്ടം നടക്കുന്നത്. സർക്കാർ അധീനതയിലുള്ള വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇദ്ലിബിൽ ഇരുവിഭാഗങ്ങളും തമ്മിൽ കനത്ത ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. രാജ്യത്തെ 2ാമത്തെ വലിയ നഗരമായ അലെപ്പോ പ്രതിഷേധക്കാർ പിടിച്ചെടുത്തു. തലസ്ഥാന നഗരമായ ഡമാസ്കസിന് 350 കിലോമീറ്റർ വടക്കാണ് അലെപ്പോ. 2012 അലെപ്പോയുടെ പകുതി ഇവർ പിടിച്ചെടുത്തുവെങ്കിലും 4 വർഷത്തിനു ശേഷം റഷ്യയുടെ പിന്തുണയോടെ സിറിയൻ സർക്കാർ അലെപ്പോ തിരിച്ചുപിടിച്ചിരുന്നു. അവിടേക്കാണ് ഇപ്പോൾ വീണ്ടും പ്രതിഷേധക്കാർ കടന്നുകയറിയിരിക്കുന്നത്. 2016 സൈന്യം നഗരം തിരിച്ചുപിടിച്ച ശേഷം ആദ്യമായാണ് ഇവർ അലെപ്പോ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത്. അലെപ്പോ നഗരത്തിന്റെ ഭൂരിഭാഗവും പിടിച്ചെടുത്ത ഇവർ സമീപ പ്രവിശ്യകളിലേക്കും ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. വടക്കു പടിഞ്ഞാറുള്ള ഇദ്ലിബ് മേഖലയുടെയും അലെപ്പോയുടെയും ഹമ, ലഡാക്കിയ തുടങ്ങിയ പ്രവിശ്യകളുടെയും നിയന്ത്രണം HTSന്റെ കയ്യിലാണെന്നാണ് റിപ്പോർട്ട്. നഷ്ടപ്പെട്ട പ്രദേശങ്ങളെല്ലാം റഷ്യൻ പിന്തുണയോടെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം തുടരുകയാണ് സർക്കാർ. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിബിൽ കഴിഞ്ഞ ആഴ്ചകളിൽ റഷ്യൻ സിറിയൻ വ്യോമസേനകൾ നടത്തിയ ആക്രമണത്തിലുള്ള മറുപടിയായാണ് തങ്ങളുടെ നീക്കമെന്നാണ് HTS പറയുന്നത്. Way2Nikah.com, the exclusive Muslim matrimonial site.